ദൈവനാമം ചൊല്ലുവാൻ ദൈവസ്തുതി പാടുവാൻ ദൈവം ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തീരയോ ഈ ജന്മം തീരയോ ദൈവനാമം ചൊല്ലുവാൻ ദൈവസ്തുതി പാടുവാൻ ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തീരയോ ഈ ജന്മം തീരയോ. എൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ കർത്താവിൻ്റെ കരം പിടിച്ചത്, എൻ്റെ ആകുലതകളിൽ അവിടെ തന്നെ ആശ്വസിപ്പിച്ചത്, കർത്താവേ അങ്ങേക്ക് നന്ദി പറയാൻ ഒരു ജീവിതമാണ്. കർത്താവേ ഈ ആയുസ് മുഴുവൻ അങ്ങേക്ക് നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. ഹൃദയം തുറന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ചിന്തകളെ ആകുലതകളെല്ലാം കർത്താവിൻ്റെ കരം സമർപ്പിക്കുന്നു. കണ്ണീരിൻ കാലങ്ങളിൽ കാരുണ്യത്തിൻ സ്പർശം നൽകി കണ്ണീർ തുടച്ചിടും കണ്ണീരിൻ കാലങ്ങളിൽ കാരുണ്യത്തിൻ സ്പർശം നൽകി കണ്ണീർ തുടച്ചിടും പൊന്നു തമ്പുരാൻ. ആ സ്നേഹമറിയും ആ സ്നേഹമചഞ്ചലം ഒരു നാളും തീരാത്ത ദൈവസ്തുതി സാഗരം. ദൈവനാമം ചൊല്ലുവാൻ ദൈവസ്തുതി പാടുവാൻ ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തീരയോ ഈ ജന്മം തീരയോ. കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ എത്രയോ വലിയ പാപിയാണ് ഞാൻ. എങ്കിലും അങ്ങയുടെ കാരുണ്യം എൻ്റെ പാപങ്ങളെല്ലാം മറയ്ക്കുന്നു. കർത്താവേ, മറ്റുള്ളവർക്കെതിരായ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലം മറ്റുള്ളവരെ സ്നേഹിക്കാതെ പല രീതിയിൽ എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഞാൻ കടന്നുപോയ നിമിഷങ്ങൾ, എൻ്റെ കുടുംബത്തെ വേണ്ട രീതിയിൽ പുലർത്താതെ ഞാൻ പല രീതിയിൽ എൻ്റെ കുടുംബത്തെ വഞ്ചിച്ച നിമിഷങ്ങൾ, കർത്താവെ അങ്ങയെ ആരാധിക്കാനും സ്തുതിക്കാനും അങ്ങയോട് ചേർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും നന്ദി പറയാനും ബലിയർപ്പിക്കാനും ഒത്തിരിയേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും ബലിയിൽ സംബന്ധിക്കുമ്പോഴും ഭക്തിയില്ലാതെ അങ്ങയോട് സ്നേഹമില്ലാതെ ഞാൻ കടന്നുപോയ നിമിഷങ്ങൾ, എൻ്റെ ജോലിയോട് ആഗ്രഹിച്ച് ഞാൻ നേടിയ ജോലിയാണ്, ഞാൻ ഒത്തിരിയേറെ ചോദിച്ച് ഞാൻ തുടങ്ങിയ ബിസിനസ്സാണ്, കർത്താവ് അതിനോട് വേണ്ടത്ര ആത്മാർത്ഥത പുലർത്താതെ ഞാൻ കടന്നുപോയ നിമിഷങ്ങളുണ്ട്. പാപപേക്ഷിക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവേ, ഞാൻ എത്ര പാപിയാണെങ്കിലും അങ്ങയുടെ കാരുണ്യം അതിനേക്കാൾ വലുതാണെന്ന് ഞാൻ തിരിച്ചറിയും. കർത്താവ്, വീണ്ടും എനിക്കൊരു അവസരം നൽകണമേ. ആ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് വീണ്ടും പശ്ചാത്തലത്തോടെ അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അണിയാം. ഞാൻ അതിൽ വെച്ച് ജോലി ചെയ്യാനോട് നന്ദി പറയാം. പ്രത്യേകിച്ചും ഈ ഒരു വർഷക്കാലം പഠനത്തിനോ പറയുന്ന ജോലികൾക്കൊക്കെ ആയിട്ട് പോയവരും, ജോലി ആരംഭിച്ചവർ, ബിസിനസ് ആരംഭിച്ചവർ, ഈ വർഷം പലവിധ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നടത്തി തന്നത് എല്ലാത്തിനും കർത്താവ് നന്ദി പറയാം. കർത്താവിന്റെ നാടിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന്റെ സഭയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രഗീതം ആലപിക്കുന്നു.
ആരാധിക്കുന്നു പാരാകേ, ആരാധിക്കുന്നു പാരാകേ. സ്വർഗവാസികൾ സർവ്വരും സ്വർഗവും കോവിൽ സാപിതൃന്ദരം സ്വർഗസംഗീതം വീട്ടുന്നു. സൈന്യാധീശനം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. പൂമാനവും തന്മഹീമയ തിങ്ങിടുന്നല്ലോ സന്തതം. ശ്രീയേഴും ദിവ്യപ്രേക്ഷിതർ ധന്യ ദിവ്യന്മാർ വേദസാക്ഷികൾ നിത്യാനന്ദപ്രതാപവാനങ്ങി വാഴ്ത്തിയിടുന്നു നിരന്തരം, വാഴ്ത്തിയിടുന്നു നിരന്തരം. ക്രിസ്തുരൻ പ്രഭപുരീരൻ താരം നിത്യനാമേകസുരവേ പാവനാത്മനീയേകദൈവമേ സ്തോത്രമെന്നോമെന്നേക്കുമേ. ലോകമാകവേ പാവനം സർവ്വകീർത്തിക്കുവാനീ സാദരം കീർത്തിക്കുവാനീ സാദരം. പ്രഭവമേഴും രാജനാണു നീ ക്രിസ്തുനാഥ മഹോന്നത. ഉന്നതനായ താതൻ തന്നോട് ദിവ്യനാം സൂനുവാണു നീ. മധ്യരക്ഷയ്ക്കായി കന്യകയിൽ നമ്മു മണ്ണിലെ ജാതനായി, അങ്ങു മണ്ണിലെ ജാതനായി. മൃത്യുവേ ജയിച്ചെന്നു മക്കൾക്ക് സ്വർഗവാതിൽ തുറന്നവോ. ദൈവത്തിൻ ദൈവനുവാകത്തൻ പാടുവീരുവിശോഭയിൽ അങ്ങു താൻ വിധിയാളനായി വരുമെന്നും വിശ്വസിക്കുന്നിവർ എന്നും വിശ്വസിക്കുന്നിവർ. നിൻ കൃപാവരം ചിന്തടേയെന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതർ ഒത്തുചേരാൻ കഴിയണേ, ഒത്തുചേരാൻ കഴിയണേ.
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സർവേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യമരങ്ങൾ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച കരങ്ങൾ കൂട്ടി നല്ല ദൈവത്തിന് നന്ദി പറയാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നൽകിയതിനോട് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വഴി നടത്തണമേ. പിതാവിനോടും മാതാവിനോടും ചേർന്ന് ഈശോ ചേർന്നപ്പോൾ ആ കുടുംബം തിരുക്കുടുംബമായതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം നൽകാനും തിരുകുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറാനും ഈശോയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവക കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയാകുന്ന കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചേർന്ന് നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന കുടുംബങ്ങളായി തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഒരു വർഷം ഞങ്ങളുടെ ഇടവകയ്ക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹങ്ങളെ വർഷമായി തീരുകയും ചെയ്തു.
സ്വർഗത്തിൽ
നിറവേറണമേ. ആവശ്യമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാൾ ഉൾപ്പെടുവാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രക്കാരുടെ പൂർവ്വം നൽകിയ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നിത്യം. പാടുന്നതിനോ പാവനമാക്കിൻ പാവനങ്ങൾ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ കർത്താവേ അറിവു. സത്യം തന്നെ പറയുന്നവരും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവരും അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലിയും വാങ്ങാത്തവരും വാഴുന്നതിനോ പാവനമാകി പാവനങ്ങൾ പാകുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ അറിവു. നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോ. നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമാഭോജനമാ ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമകനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ഏറ്റു കർത്താവേ, നിശ്ചയമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നയിക്കും. ജീവിക്കും സർവേശ്വരനെ
പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിലും തുല്യം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. എന്റെ സഹോദരനെ, നിങ്ങളിവിടെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 17-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുന്നിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികൾ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുൾ ചെയ്തു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കി തീർത്തിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറകളായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്ക് നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവം അബ്രഹാത്തോട് കൽപ്പിച്ചു, നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്: നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദന ചെയ്യണം. നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം. ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത്. നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ, തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദനം ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും. പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ഈശോതൻ തിരുനാമത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. Amen.
കുയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. ദിവ്യാത്മാവിൻ ഗീതികളാം ഹല്ലേലൂയ ഗീതികളാം ഈശോൻ തിരുനാമത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നേ. സ്നേഹം നമ്മൾ പരിപൂർണമാവുകയും ചെയ്യും. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്നും ഞങ്ങൾ കാണുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ പാടുന്നേ ഹല്ലേലൂയ 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 പാടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതായി വന്നു നിറഞ്ഞു കൊളുത്തിരുന്നു. രാജാവിൻ തിരുമുന്നിൽ കീർത്തനമരുവാൻ ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമരോഗന പൂരികതറിയം പൂരിക പോലും നാവിക്കോ. പാതരുമതുപോൽ സുന്ദരം പരിശുദ്ധാത്മാവിൻ സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടുന്നേ ഹല്ലേലൂയ 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 പാടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 18 മുതൽ. ഈശോമിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും യൗസേപ്പും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടമില്ലായകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസേഫ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. യൗസേപ്പ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രന് പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. ഈശോ എന്ന് അവനെ പേര് വിളിച്ചു. അവന്റെ പരിശീലനത്തിലുള്ള 8 ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ വിളിച്ച ഈശോ എന്ന് പേര് അവന് നൽകി. അച്ഛനായിട്ട് 8ാമത്തെ വർഷമാണെങ്കിൽ ആദ്യമായിട്ടാണ്
ഇത്തരത്തിലൊരു ടാസ്ക് എനിക്ക് കിട്ടുന്നത്. രാത്രി പ്രസംഗം. നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഈശ്വരില്ല പറയാനായിട്ട് തോന്നുന്നത് എന്തായിരിക്കും? ഗുഡ് നൈറ്റ്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ആരും ഉറങ്ങാതിരിക്കാനായി എത്രയും നേരത്തെ പരിപാടി അവസാനിക്കുന്നതായിരിക്കും. ഏകദേശം 7 മിനിറ്റ്. ഇപ്പോൾ 11:50. പടക്കം പുറമേക്കാൾ മുമ്പ് നമ്മളെല്ലാം എൻ്റെ വീട്ടിൽ. പ്രിയമുള്ളവർ, ഇന്ന് ഒത്തിരി പ്രത്യേകതയുള്ള ദിവസമാണ്. ആദ്യം നമ്മൾ നിലവിളിപ്പിച്ച് എന്താണ് കുടുംബവർഷം നമ്മുടെ രൂപതയിൽ നമ്മൾ ആരംഭിക്കുകയാണ്. വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? എൻ്റെ രീതി ചോദ്യം ചോദിക്കും, നിങ്ങളുടെ ഉത്തരം പറയിപ്പിക്കുമ്പോൾ എനിക്ക് പണി എളുപ്പമുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ പോവുക. വേറെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? പുതിയ വർഷം. ഓക്കെ, വേറെ സഭയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കേട്ടില്ല? ഈശോയുടെ നാമം നൽകുന്നതിന്റെ തിരുനാൾ. ഈശോയുടെ നാമകരണ തിരുനാൾ എന്ന് പറയും. ഈശോയെ ഈശോ എന്ന് വിളിച്ച ദിവസം അത്ര ഉള്ള കാര്യം. പ്രിയമുള്ളവർ, ഞാനിന്ന് ദേവാലയത്തിൽ കയറി വരുമ്പോൾ സാധനത്തിന്റെ ഇടവകയോട് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. സാധാരണ രീതിയിൽ ഡെക്കറേഷൻ പ്രത്യേകിച്ച്. അപ്പൊ ഈ സക്രാരയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു അഡീഷൻ വന്നിട്ട്. എന്താണ്? ഒരു വീട്. അച്ഛനോട് നൈസായിട്ട് പറഞ്ഞിരുന്നു, ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം കുറച്ച്. അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞില്ലേ, ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ വീടുണ്ട്. വീടിന്റെ നടുക്കിൽ എന്താണ്? ഈശോയിലേക്കുള്ള വാതിൽ. പ്രിയമുള്ളവരെ, ഈ ഡെക്കറേഷൻ ഈ വർഷത്തിലേക്കുള്ള മോട്ടിവേഷൻ ആയിട്ട് മാറും. ഓരോ കുടുംബവും ഓരോ ക്രിസ്തീയ ഭവനവും ഈശോയ്ക്ക് ചുറ്റും പണിയപ്പെട്ടവരാണ്. ഓരോ ക്രിസ്തീയ കുടുംബവും ഈശോയ്ക്ക് ചുറ്റും പണിയപ്പെട്ടവരാണ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഈശോയെ കേന്ദ്രമാക്കിക്കൊണ്ട് വേണം നമ്മുടെ കുടുംബങ്ങൾ ആയിരിക്കും. അതിന് നമ്മളെ സഹായിക്കുന്ന 2 ചെറിയ ചിന്തകൾ ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് പറഞ്ഞ് ഇടപെടും. ഇന്ന് വായിച്ച യൗസേപ്പിന്റെ ഭവനം ഒരു പാഠം. ആദ്യത്തെ പാഠം യൗസേപ്പ് പിതാവിന്റെ. പ്രിയമുള്ളവരെ, ഇന്ന് വായിച്ച വചനത്തിൽ ഈ പറയുന്ന ഉത്തരത്തിന് സമ്മാനം കൊടുത്തേ പറ്റുണ്ടോ? ഇന്ന് ഉണ്ടാവില്ല, പിന്നെ കൊടുക്കാം. നോട്ട് ചെയ്ത് വെച്ചാൽ ആരാ ഒരാൾ പറയണം. കൂട്ടത്തോടെ சேர்ത്ത് കൊണ്ടിരിക്കും. റെഡിയാണെങ്കിൽ കൈക്ക് ഉത്തരം പറയാം. ഇന്ന് വായിച്ച സുവിശേഷത്തില് നമ്മുടെ രക്ഷകൻ 2 പേരുകൾ നൽകുന്നുണ്ട്. ഒന്ന്, ഒരാൾ പറയണം കൂട്ടത്തോടെ, ഒരാൾ അന്നാലും സമ്മാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ 500 രൂപ തന്നിരിക്കും. ഈശോ. 2, ഞാൻ പറഞ്ഞു ഫൗൾ, 500 രൂപ എനിക്ക് കിട്ടാറ്. ഈശോ. ഈശോയുടെ വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു, രക്ഷ. അതാണ് എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം. പ്രിയമുള്ളവരെ, എന്തിനാണ് ഒരാൾക്ക് 2 പേര്? എനിക്ക് 2 പേരുണ്ട്. ഇപ്പോഴും ഏകദേശം നാട്ടുകാർ വരുന്ന വിളിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ വീട്ടിലാണ് വിളിക്കണം. എന്തിനാണ് 2 പേര്? സമയം ലേറ്റാകാത്തതുകൊണ്ട് ലേറ്റാകും എന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. പ്രിയമുള്ളവരെ, ഈശോ എന്ന വാക്ക്, അതായത് ദൈവം രക്ഷിക്കുന്നു എന്നത് ഈശോയുടെ ദൗത്യമാണ്. എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നത് ഈശോയുടെ സ്വഭാവമാണ്, ക്യാരക്ടറാണ്, നേച്ചറാണ്. ഒന്നവന്റെ ദൗത്യം, മറ്റൊന്നവന്റെ സ്വഭാവം. സ്വഭാവത്തിലേക്ക് മാത്രം ഞാൻ മനസ്സിലാക്കിയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ന്യൂ ഇയറിന്റെ ആദ്യത്തെ ചിന്ത യൗസേപ്പിന്റെ വീട്ടിൽ നിന്ന് വരുന്നത്. ദൈവം തന്റെ സ്വഭാവത്താൽ തന്നെ, തന്റെ പേര് വ്യക്തമാക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഈശ്വരനോട് ചോദിക്കുകയാണ്, നമ്മൾ ആരുടെ കൂടെയാണ്? നമ്മുടെ ജീവിതം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലതിലും കുടുങ്ങി
പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു നീങ്ങുമ്പോൾ ദൈവമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് വീണ്ടും കാലെടുത്ത് വയ്ക്കരുത്. യോസേഫ് പിതാവിന്റെ ഭവനം പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തെ സ്വന്തമാക്കുന്ന ഒരു ജീവിതശൈലി നമുക്ക് എടുത്തിരിക്കണം. രണ്ടാമത്തെ ഭവനം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഭവനമാണ്. ഈശോയെ ഈ ലോകത്തിലേക്ക് വരാനായി വഴിയൊരുക്കാൻ വന്ന ഭവനമാണ്. സ്നാപകൻ യോഹന്നാൻ. അദ്ദേഹത്തിന്റെ പേരിൽ ചടങ്ങുണ്ട്. ലൂക്കാ പ്രവാചകന്റെ ലൂക്കാ സുവിശേഷയുടെ പുസ്തകത്തിൽ കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള രംഗമാണ്. സക്രിയാന്റെ പണി കിട്ടിയിട്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. എലിസബത്ത് ചേച്ചി എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഈ മാലാഖ സക്രിയയ്ക്ക് മാത്രം പണി കൊടുത്തത്? പരിശുദ്ധ അമ്മ ഇതേ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? സക്രിയ അതേ ചോദിച്ചു. പിന്നെ എനിക്ക് തിരിച്ചു പിടിക്കേണ്ടത് മാലാഖയ്ക്ക് പോലും സ്ത്രീകളെ മിണ്ടാതിരിപ്പിക്കാൻ പറ്റും. ആണുങ്ങൾ പെട്ടെന്ന് വിശുദ്ധരാകും, സ്ത്രീകളെ മുന്നിൽ ഭർത്താവ് കാട്ടമ്മമാരെ ഡെലിറ്റ്. പ്രിയമുള്ളവരെ, നമ്മൾ കാര്യത്തിലേക്ക് വരാണ്. എലിസബത്തിന്റെ ബന്ധുക്കൾക്കൊക്കെ അവർ മനസ്സിൽ കണ്ട ഒരു പേരുണ്ടായിരുന്നു, സക്രിയ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് സക്രിയ. ഇപ്പൊ എന്റെ മാമോദിസ പേര് ദാവീദാണ്, എന്റെ അപ്പാപ്പന്റെ പേര് ദാവീദാണ്. സ്വാഭാവികമായിട്ട് എന്റെ പേര് ദാവീദ്. എനിക്ക് കുട്ടികളുടെയും ചിലപ്പോൾ അതിന്റെ പേര് അങ്ങനെ വന്നുകൊണ്ട് പോയത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും എലിസബത്തിന്റെ വായിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പേര് സക്രിയ. എലിസബത്ത് എന്ന് പറഞ്ഞു, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. എലിസബത്തിന് ഒരു കാര്യമില്ല. കാര്യം സക്രിയായിട്ട് സംസാരിക്കാൻ പറ്റും. സക്രിയായിട്ട് ഒരു പല കൊണ്ട് ഒരു എഴുതി കാണിച്ചു, അവൻ യോഹന്നാൻ എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ പേരാണ് എന്ത്? യോഹന്നാൻ. ആ പേര് അവൻ എഴുത്തുപഴയിൽ എഴുതി വചനം വ്യക്തമാക്കുന്നു. അവന്റെ നാമം തുറക്കപ്പെട്ടു, അവൻ സ്വതന്ത്രനായി. നാമം തുറക്കപ്പെട്ടു, സ്വതന്ത്രനായി. നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. നമ്മളെ കുറിച്ച് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും പലതും പല പ്ലാൻസ് ഉണ്ടാകും. തീർച്ചയായും പല ആഗ്രഹങ്ങൾ നമ്മളെ കുറിച്ച് നമ്മൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ജീവിതമാകുന്ന കൽപ്പലകകളിൽ എന്ന് നമ്മൾ ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് എഴുതി ചേർക്കുന്നുവോ, അന്ന് വചനം പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് തുറക്കപ്പെടും, നമ്മൾ സ്വതന്ത്രമാണ്. സക്രിയ പുരോഹിതന്റെ ഭവനം നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. നമ്മളെ കുറിച്ച് നമുക്ക് ഒത്തിരി പ്ലാൻസ്, നമ്മുടെ പാരന്റ്സിന് ഒത്തിരി പ്ലാൻസ്, ടീച്ചേഴ്സിനുണ്ട്, ഹെഡ് മാസ്റ്റർ, അച്ഛന്മാർക്കുണ്ട്, പിതാവിനുണ്ട്. പക്ഷേ ദൈവത്തിന് എന്താണ് ഇതിനെ കുറിച്ചുള്ള പദ്ധതി? അത് തിരിച്ചറിഞ്ഞ് ഈ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ യോസേഫിന്റെ ഭവനം പഠിപ്പിക്കുന്നത് പോലെ ആദ്യം ദൈവത്തോട് കൂടെയായിരിക്കും. രണ്ടാമത്തേത് സക്രിയയുടെ ഭവനം പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ് അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആയാലേ നിങ്ങളുടെ ഡെക്കറേഷൻ തരുന്ന മോട്ടിവേഷൻ പോലെ ദൈവത്തിന് ചുറ്റും പണിതുയർത്തപ്പെട്ട ഭവനമായി എനിക്കും നിങ്ങൾക്കും മാറാൻ പറ്റുള്ളൂ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെല്ലാവർക്കും
ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ ഒരു വർഷം ലഭിച്ചതിൻ്റെ 100 പങ്ക് ശതാംശം നമ്മുടെ പള്ളിക്ക് സമർപ്പിക്കാനായിട്ട് ഒരു ദിവസം നമ്മൾ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കരങ്ങളിലെടുക്കാം. കർത്താവായ ദൈവമേ, ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങളെ കാലെടുത്ത് വെച്ചിരിക്കുന്ന നിമിഷത്തിൽ കഴിഞ്ഞൊരു വർഷക്കാലം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ, പ്രത്യേകിച്ച് സാമ്പത്തികമായി ഞങ്ങളുടെ മേഖലകളിൽ, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ജോലി മേഖലകളിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സമൃദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ കൈകളിൽ എടുത്തിരിക്കുന്ന ഞങ്ങളുടെ കാണിക്കകളെ അനുഗ്രഹിക്കണമേ. അപ്പവും വീഞ്ഞും നിന്റെ തിരുശരീരങ്ങളായി മാറ്റുന്നത് പോലെ ഞങ്ങളെടുത്തിരിക്കുന്ന ഈ കാണിക്കകൾ ഞങ്ങളുടെ സമൃദ്ധിക്കായുള്ള വഴികളാക്കണമേ. 5,5000 പേർക്കായി പകർന്നു കൊടുത്ത ഈശോയെ, കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടി വെള്ളത്തെ വീഞ്ഞാക്കിയ ഈശോയെ, ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കകളുടെ മേലും കരുണയായിരിക്കണമേ. ഇത് 100 ഇരട്ടിയായി, അതിനേക്കാൾ ഇരട്ടിയായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമൃദ്ധിക്കും അനുഗ്രഹത്തിനും കാരണമാകട്ടെ. അങ്ങ് നൽകിയ ദാനങ്ങളാണ് എന്നെല്ലാം തിരിച്ചറിഞ്ഞ് അതിലൊരു പങ്ക് അങ്ങേക്ക് നൽകാൻ അങ്ങ് നൽകിയ വലിയ കൃപ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ എല്ലാം ഞങ്ങൾ ഈ സമയം ഞങ്ങളുടെ കാണിക്കയോട് ചേർത്ത് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ സമയം 2 വരിയായിട്ട് കുടുംബങ്ങളായിട്ട് മുമ്പിലുള്ളവർ തൊട്ട് 2 വരിയായിട്ട് 2 സൈഡ് അച്ഛന്മാരുണ്ടാകും. 2 വരിയായിട്ട് കടന്നു വരിക. സമർപ്പണത്തിൻ്റെ ഗീതം ആരംഭിക്കുമ്പോൾ നമുക്കൊപ്പം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയിലേക്ക് നമ്മുടെ കാണിക്കയായിട്ട് നമ്മുടെ കാഴ്ചകൾ നമുക്ക് സമർപ്പിക്കാം. ഓരോരുത്തരായിട്ട് ഓരോ കുടുംബങ്ങളായിട്ട് എഴുന്നേറ്റ് മുന്നിലേക്ക് വരാം. ജീവനേറും പങ്കുവയ്പ്പിൽ ഒന്നു ചേർന്നിടാം, കാഴ്ചയിടാം, ഇന്നു പൂർണ്ണമായി നൽകാം, കാഴ്ചയിടാം ഈ വേദിയിൽ സ്വീകാര്യമാം ഈ വേളയിൽ. ജീവനേറും പങ്കുവയ്പ്പിൽ ഒന്നു ചേർന്നിടാം, കാഴ്ചയിടാം, ഇന്നു പൂർണ്ണമായി നൽകാം, പാരിമായത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാം
മഹിതഭാരത്തിൽ ശരണം തേടുന്നു ഉത്തിരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയങ്ങൾ ചൊരിയുമിരന്നേക്കും നോവും പ്രാർത്ഥനയും സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്ഥിതികൾ ലഭിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവനും റൂഹാനും സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ.
പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിന്റെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്രയുള്ള അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഒരു ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതവന്റെ ജോലികളെ സമർപ്പിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും ദൈവനുമായ മാലയോ പാപാകിനാണ് സഭയുടെ പിതാവും ദൈവനുമായ ഞങ്ങളുടെ അധ്യക്ഷനായ ഞങ്ങളുടെ പിതാവിന്റെ പ്രത്യക്ഷമായ സമർപ്പിതർ ആത്മായ പ്രേക്ഷിതർ കർണകർത്താക്കും അധികാരികൾക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദരുടെ ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ദേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്ത് വിവിധ നിയോഗങ്ങളുമായി ബലിയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി വിലയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഘ്നത്തിന് വേണ്ടി അച്ഛനെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ പുതുവർഷം ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടവകയ്ക്കും അനുഗ്രഹദായകമാകുന്നതിന് വേണ്ടിയും ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചവാസികളിൽ ഇവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവനായകമായ സുവിശേഷം വഴി വിശുദ്ധമായ സജീവവും ജീവനായകമായ പരിശുദ്ധ സ്നാനമായവർക്കും വേണ്ടിയുള്ള അതുപോലെ വിശുദ്ധികളെ പഠിപ്പിച്ച എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ ദാസരുടെ കുർബാനയിൽ താമസത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയും നിന്റെ പ്രീതിപ്പെടുത്തുന്നവരോട് ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുതിരവും പരിശുദ്ധവും ജീവനായ ദൈവമാരസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഇപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുന്ന സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. േവൻ സ്വർഗ്ഗം നിശ്ചയമാണ്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനും നിഷ്കളങ്കരുമായ വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നീ വിളിച്ച പ്രകാരം ഉപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേശനായ സർവീശ്വരനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് സൈന്യങ്ങളെ രക്ഷിക്കണമെന്ന നാൾ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
സ്നേഹത്തിൻ അത്താഴമേ ഞങ്ങളിൽ വന്നു നീ വാഴുവാനായി തിരുവോസ്തിയായിടും കാരുണ്യമേ ദിവ്യകാരുണ്യമേ വന്നിടണേ ജീവിതം ധന്യമായി മാറ്റിയിടണേ ദിവ്യകാരുണ്യമേ വന്നിടണേ ജീവിതം ധന്യമായി മാറ്റിയിടണേ സ്നേഹത്തിൻ ദിവ്യകാരുണ്യത്തിൻ കൂടാശേ നവ്യ സ്നേഹത്തിൻ അത്താഴമേ എന്റെ ജീവിത ശൂന്യതയിൽ എന്റെ ജീവിത ശൂന്യതയിൽ ജീവിതം ധന്യമായി മാറ്റിയിടണേ ദിവ്യകാരുണ്യമേ വന്നിടണേ ജീവിതം ധന്യമായി മാറ്റിയിടണേ കൈവായും നിറവാർന്ന സ്നേഹത്തിൻ തമ്പുരാനേ ദിവ്യകാരുണ്യത്തിൻ കോലാശേ നവ്യ സ്നേഹത്തിൻ അത്താഴമേ അനുഗ്രഹങ്ങളുള്ള വർഷമായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും ഈ സമയത്ത് ഇങ്ങനെ വളരെ എന്താ പറയുക, രാത്രിയാണെന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലാതെ വളരെ ഉന്മേഷത്തോടുകൂടി ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ഇങ്ങനെ കുർബാനയൊക്കെ നീട്ടിപ്പിടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ചു പോകുന്നതൊക്കെ, പക്ഷേ നിങ്ങൾ വളരെ ഉന്മേഷത്തോടുകൂടി ഇരിക്കുന്നു. കാരണം നിങ്ങളുടെ കുടുംബത്തോടു കൂടിയാണ്, നിങ്ങളുടെ ഈശോയുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യമൊക്കെ ഉണ്ട്. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ, നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്ന് പള്ളികളിൽ നടത്തിയ സെന്റ് മദർ മറിയം ത്രേസ്യ കുടുംബ കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. ഈ ശനിയാഴ്ച ക്ലിനിക് നടത്തേണ്ടത് സെന്റ് മദർ തെരേസ കുടുംബ കൂട്ടായ്മയാണ്. ഈ 1-ാം തീയതി രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന നമുക്കുണ്ടായിരിക്കും. ആരെങ്കിലുമൊക്കെ കുർബാനയ്ക്ക് വീടുകളിൽ നിന്ന് വരാത്തവരുണ്ടെങ്കിൽ അവരും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായിട്ട് അവരെയും പറഞ്ഞയക്കണമെന്ന് ഓർമ്മിപ്പിക്കാം. ടീച്ചർ കുട്ടികൾ കൊണ്ടുപോയ പൂമണകൾ എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിച്ചാൽ നമുക്ക് ഞായറാഴ്ച അതിന് നറുക്കെടുപ്പ് നടത്താം. ടീച്ചേഴ്സ് അതിന് നേതൃത്വത്തിലെടുത്ത് പേരൻസ് അത് കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനുള്ള പൈസയും അതിൻ്റെ പൂക്കളൊക്കെ കുട്ടികളുടെ കയ്യിൽ തിരികെ കൊടുത്ത് ഏൽപ്പിക്കേണ്ടതാണ് ദിവസങ്ങളിലായിട്ട്. നമുക്ക് ഇന്നു മുതൽ നമ്മുടെ പുതിയ യൂണിറ്റ് ഭാരവാഹികൾ, സംഘടന ഭാരവാഹികൾ ചുമതലയേൽക്കുകയാണ്. നമ്മളെ ലിസ്റ്റിലേക്ക് പറഞ്ഞിരുന്നു, കൂടുതൽ പറഞ്ഞ സമയം കളയാതിരിക്കാനാണ്. നമുക്ക് തുടർന്ന് വരുന്ന കുടുംബ സമ്മേളനങ്ങളിൽ നമ്മൾ സാധാരണ പോലെ എല്ലാ ഞായറാഴ്ചയും കുടുംബ സമ്മേളനം ഉണ്ടായിരിക്കും. 4-ാം തീയതി കുടുംബ സമ്മേളനം ഉണ്ടായിരിക്കും ഞായറാഴ്ച അൽഫോൺസ് യൂണിറ്റിൽ.
തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ എല്ലാ കുടുംബസമ്മേളനം വെച്ച് യൂണിറ്റ് ഭാരവാഹികളെ നമ്മൾ ചുമതലയേൽപ്പിക്കും. പുതിയ സംഘടനാ ഭാരവാഹികൾ എല്ലാവരും ഇന്ന് മുതൽ പുതിയവരായിരിക്കും ചാർജിലുണ്ടാകുക എന്ന കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ആരെങ്കിലും ഇനിയും സമർപ്പണം നടത്താനായിട്ട് കൊണ്ടുവന്നിട്ട് നടത്താത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. നമ്മളൊരു കേക്ക് കട്ട് ചെയ്യും ഇവിടെ വെച്ച്. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് വരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഒരു കേക്ക് കൊടുക്കുന്നുണ്ട്. കേക്ക് വാങ്ങാം. അച്ഛന്മാരുടെ ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും. ബ്ലെസ്സിങ് വാങ്ങി പുറത്തേക്ക് പോയി നമ്മൾ പുറത്ത് വെച്ച് നമ്മൾ പഴയ മനുഷ്യനെ കത്തിച്ച് ചെറിയ പടക്കമൊക്കെ പൊട്ടിച്ച് സന്തോഷമൊക്കെ പങ്കിട്ട് നമുക്ക് തിരിച്ച് ഭവനങ്ങളിലേക്ക് പോവാം. അങ്ങനെയായിരിക്കും. ഒപ്പം തന്നെ നമ്മൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് ബാക്കിയുണ്ട്. ലോഗോസിന്റെ നാനോ ക്രിബ് കാറ്റീസ് കുട്ടികളുടെ ഗ്രീറ്റിംഗ് കാർഡ് ചെയ്തത്. അതുപോലെ ഈ ദിവസങ്ങളൊക്കെ കുർബാനയ്ക്കൊക്കെ വന്നവരെ കുട്ടികൾ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അത് കുർബാന കഴിഞ്ഞ കുറച്ച് സമയം കൂടെ നിങ്ങളിവിടെ ചെലവഴിക്കണം നമ്മുടെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാനായിട്ട്. ഇന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് ഈ ദിവസത്തെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട വിവേചന ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുകയാണ്. നന്ദിയും അറിയിക്കുന്നു. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതാനുഭവവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ എല്ലാ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതാനുഭവവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ദൈവപിതാവുതൻ സൂനുവാൻ പാവനാത്മാവിന്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേ മാനവർ കൈവരിക്കാം സ്വർഗ്ഗം ജീവിതം. അക്ഷയഭാഗ്യത്തിൽ ചേരുവാൻ ആത്മാവിൽ ശാന്തി തളിർക്കുവാൻ നിത്യമനോഹരം നാഗത്തിൽ നിസ്തുല സൗഭാഗ്യം തന്നിടാ. നവ്യമാം ജീവൻ പകർന്നിടും സന്ദേശമെന്നെന്നും ഓർത്തിടാം. ദിവ്യശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ജീവിക്കും. അന്ത്യദിനത്തിന്റെ ശാന്തിയിൽ ശിക്ഷാവിധി കാണാതാദിനം ഉദ്ധാരമേകും ഞാൻ ആവർത്തിയ നിത്യത പൂർവ്വം ദിവ്യമാമി ബലി നൽകിടും നിത്യവാഹത്വത്തിൽ മുങ്ങുവാൻ ദൈവിക ദാനങ്ങൾ നിങ്ങളിൽ പൂർണ്ണ പ്രഭാരശ്മി കൂടട്ടെ. കുരിശാലെ മുദ്രിതരായി നിങ്ങൾ സർവ്വവിപത്തും അകന്നിനി സംരക്ഷപുൽകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.
നിത്യപുരോഹിതനായ ഈശോ പരിശുദ്ധ പരമാധികാരം ഈശോയ്ക്ക് പരിശുദ്ധ പരമാധികാരം ഈശോയ്ക്ക് പരിശുദ്ധ പരമാധികാരം ഈശോയ്ക്ക് സാധിച്ച വീടുപാടുകളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരത്തിന്റെ ആശംസകളുടെ സ്നേഹത്തോടുകൂടി നേരുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച സാധനത്തിനോടുള്ള നന്ദി ഇത്രയും സ്നേഹത്തോടുകൂടി നേരുന്നു. സമയമായതുകൊണ്ട് ഞാൻ അധികം നീട്ടിപ്പിടിക്കുന്നില്ല. ഡാത്തോള ബന്ധം ഉണ്ട്. പ്രായത്തിൽ എന്നെക്കാളും ഒത്തിരി അകലെയാണെങ്കിലും ചെറുപ്പം മുതലേ കണ്ട് ശീലിച്ച മുഖമായതുകൊണ്ട് സാജ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് സംസാരിക്കാനൊക്കെ ഫ്രീഡമുള്ള ഒരു അച്ഛനാണ് സാധനച്ഛൻ. അച്ഛൻ എവിടെ പോയാലും എന്നെ വിളിക്കാറുണ്ട്. സ്നേഹമൊന്നും എന്നെ വിളിച്ചു. അച്ഛനായിരുന്നു ഞങ്ങളുടെ തിച്ചിപ്പള്ളിയിൽ പെരുന്നാൾ കുർബാന. അപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ കൊയർകാരൊക്കെ ശരിയാക്കി. അവിടെ കൊയർ ഇച്ചിരി ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ സാധനച്ഛനെ വലിയൊരു ഫിഗറായിട്ട് വെച്ചിട്ട് വരുന്ന അച്ഛൻ ഇച്ചിരി ഡേഞ്ചറാണ്, പാട്ട് മര്യാദയില്ലെങ്കിൽ കുർബാന ഇടയ്ക്ക് തന്നെ വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവിടുത്തെ ട്രെയിനിങ് ഇപ്പോൾ അവിടുത്തെ കൊയർ അടിപൊളിയായി. ഇവിടെ പിന്നെ കൊയർ സൂപ്പറാണ്. നിങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് മിക്കവാറും ഫോർത്തും വേണ്ടി കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി നന്ദി. അച്ഛനും ഇടവാങ്ങൾക്കും എല്ലാവർക്കും താങ്ക് യു. സമ്മാനം കിട്ടിയതാണ് റീന ഷിബു, ഡി വിഭാഗം 18ാമത് രൂപ. കുട്ടികൾക്ക് ഒരു കാർഡൊക്കെ കൊടുത്ത് ചെറിയ പുസ്തകമൊക്കെ കൊടുത്ത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇത് പൂരിപ്പിക്കുന്നതൊക്കെ കുട്ടികളോടൊക്കെ പറഞ്ഞായിരുന്നു. കുറച്ച് പേരൊക്കെ സ്ഥിരമായിട്ട് വന്നവരുണ്ട്. എൻ്റെ കൺമുമ്പിൽ വന്നൊരു പുതുമുഖമായിരുന്നു നമ്മുടെ ഫ്ലെമിങ്. എന്നെ ഭയങ്കര ശ്രദ്ധിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകമുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മുടെ ഗോഡു, ജിയ, ബെനീറ്റ ഇവരൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നവരാണ്. അവരൊക്കെ അവരുടെ പേരൻസിൻ്റെ കൂടെ വരുന്നവരാണ്. പക്ഷെ ഫ്ലെമിങ് തന്നെ സൈക്കിളിൽ ഓട്ടി വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ അവിടെ നിന്നില്ലേ ഉണ്ടാവും. 4-4.5 കിലോമീറ്റർ സൈക്കിളിൽ ഓട്ടിയാണ്. ചില ദിവസമൊക്കെ മുടങ്ങിയിട്ടുണ്ട് ഫ്ലെമിങ് വന്നിരുന്നത്. അതിനേക്കാളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഒരു ദിവസം ഞാനിവിടെ ഒരു വേറെ അച്ഛൻ കുർബാനയ്ക്ക് വന്നപ്പോൾ ഞാൻ കോൺവെന്റിൽ കുർബാനയ്ക്ക് പോകാനായിട്ട് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഫ്ലെമിങ്ങോടെ പുറകിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു കുമ്പസാരിക്കാനാണെന്ന് വിചാരിച്ചിട്ടോട് ചോദിച്ചത് കുമ്പസാരിക്കാനാണോ ചോദിച്ചു. അപ്പോൾ നല്ല അപ്പോൾ എന്തേ ചോദിച്ചു. പറഞ്ഞു തണുത്തിട്ട് വന്നിരിക്കുന്നതാണ്. ശരി ചോദിച്ചു വിളിച്ചപ്പോഴാണ് പറയണത് അവൻ ഞായറാഴ്ച പോയപ്പോൾ സൈക്കിൾ അവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ സൈക്കിളിൽ വീട്ടിൽ അപ്പോൾ 4:45 വീട്ടിൽ നിന്ന് നടന്നാണ് അവൻ കുർബാനയ്ക്ക് 5:30 ആരാൻ തുടങ്ങുമ്പോൾ വന്നത്. നല്ലൊരു കാരണം അവനടുത്ത ആ ഒരു എഫക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. നമ്മളൊക്കെ അന്ന് നല്ല തണുപ്പുള്ള ദിവസങ്ങളാണ്. ആ തണുപ്പത്ത് അവൻ നടന്ന് ഇവിടെ വരെ കുർബാനയ്ക്ക് വരാനായിട്ട് അവൻ കാണിച്ചൊരു തീക്ഷ്ണതയും. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു അവന് സമ്മാനം കൊടുക്കണം. ഇവന് സമ്മാനം കൊടുക്കാനായിട്ട് സ്പോൺസർ ചെയ്തവരുണ്ട്. ഇത് 1ാം ഘട്ടം മാത്രം. ഇനി എല്ലാ കുട്ടികളും അതിന് ശേഷം വീണ്ടും ഒരാഴ്ച സമ്മാനം കൊടുക്കും. ആ സമ്മാനം മാറ്റി വെച്ചിരിക്കുക. അവന് വേണ്ടി സമ്മാനം സ്പോൺസർ ചെയ്ത് നമ്മുടെ ആൻഡേട്ടനാണ്. അവന് സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ കൊണ്ടുവന്നത്. ഇത് പള്ളിയിൽ നിന്ന് അവന് കൊടുക്കുന്ന സമ്മാനമാണ്. ഇതൊരു സമ്മാനമല്ല, പ്രോത്സാഹനമാണ്. കാരണം അവിടുത്തെ ആ ഒരു എഫേർട്ടിന് പള്ളിയിൽ വരാനായിട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ ഞാൻ ഈ വന്നതിന് ശേഷം ഒത്തിരിയേറെ ശ്രദ്ധിച്ചത് കുർബാനയോട്. പിന്നൊക്കെ തന്നെയാണെങ്കിൽ അവൻ എല്ലാവരും അമ്മ വീട്ടിലാണ്. അവൻ നിന്ന് ട്രെയിനിൽ തന്നെ ട്രെയിനിൽ കയറി പാലക്കാട് നിന്ന് വന്ന് സ്ഥലത്ത് വന്നിട്ടാണ് വന്ന് കുർബാനയ്ക്ക് വന്നത്. അപ്പോൾ നല്ലൊരു കയ്യോടുകൂടി തുടർന്ന് ഇത് ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് വന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വന്നിരുന്ന ഒരു മുഖമായിരുന്നു നമ്മുടെ ഫ്രാങ്ക്. വല്ലപ്പോഴൊക്കെ ഒരു ഇതൊക്കെ 10 ദിവസം ഉണ്ടാവില്ലേ, 15 ദിവസമൊക്കെ ഫ്രാങ്ക് വന്നിട്ടുണ്ട്. തണുപ്പത്തമ്മയുടെ കൂടെ സെറ്ററൊക്കെ ഇട്ട് കാലത്തൊക്കെ വന്ന് കുർബാനയ്ക്ക് വിടാനൊക്കെ നിന്ന് അങ്ങനെ വളരെ ഉഷാറായിട്ട് ഫ്രാങ്ക് വന്നിരുന്നു. ഫ്രാങ്കിനും ഒരു ചെറിയ സമ്മാനം നമുക്ക് കൊടുക്കാം. ഇനി സ്ഥിരമായിട്ട് വന്നിരുന്നവര് ബെനീറ്റ് ചെയ്യാനില്ലേ ബോർഡും ഉണ്ടാവും. നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്നവരാണ്. സമ്മാനം തരാം. ഒരു നോട്ടിനെ തരാം.
ഞായറാഴ്ച നമ്മൾ രണ്ടുപേരും സ്ഥിരമായിട്ട് പാട്ട് പാടാനൊക്കെ ക്രിസ്മസ് ദിവസം മുടങ്ങാതെ വന്നിരുന്നവരാണ്. അങ്ങനെ കുറേ പേര് മുടങ്ങാതെയൊക്കെ ക്രിസ്മസിന് വന്നിരുന്നു. അപ്പം എല്ലാവർക്കും നിങ്ങൾ വന്നതിനൊക്കെ നന്ദി. അമ്മേ അമ്മേ മാമരിയേ ഈശോവാണൊരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ ഈശോവാണൊരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ജപമാല കയ്യിലെടുക്കും ഞാനമ്മതൻ കയ്യിൽ പിടിക്കും സുവിശേഷം കോർത്തോലൂരി ഞാൻ ജീവിതം കോർത്തിന്നു നൽകും മുത്തുകളെണ്ണി പ്രാപിക്കും ഞാനമ്മതൻ മുത്തായി മാറും ഒഴുകിയെത്തും ആഴിയാണമ്മ സുഹൃതമെല്ലാം കോത്തുവച്ച മാലയാണമ്മ ഹൃദയമെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ സുഹൃതമെല്ലാം കോത്തുവച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരിയേ ഈശോവാണൊരു ആലയമേ
വിശദീകരണം